ഇന്ന് ദിയമോളുടെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ആണ്. ദിയമോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ടീച്ചേഴ്സ് എന്ത് പറയും? ഇല്ല, ഞാനൊന്നും പറയില്ല. ഞാൻ പറയും, നല്ല അടിച്ചു പഠിപ്പിക്കാൻ പറയും. കെൻസും പിന്നെ ദേവും പിന്നെ മാർക്കിന്റെ കാര്യത്തിൽ കട്ടക്ക് മത്സരാണോ? കാലിന് ഭയങ്കര വേദനയാണ് ഫ്രണ്ട്സ്. കാലിന് നീരുണ്ട്. കരണ്ട ബേബി. ഹായ് ഫ്രണ്ട്സ്, വീഡിയോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ദിയമോളുടെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. ദേവും സ്കൂളിലാണ് കേട്ടോ. എക്സാം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാരന്റ്സ് മീറ്റിംഗ് ആണ്. ഈ വർഷത്തെ ദിയമോളെ പ്രോഗ്രസ് കാർഡൊക്കെ കിട്ടും. ടീച്ചേഴ്സിനൊക്കെ കാണും. ഞങ്ങള് സ്കൂളിലേക്ക് പോവാണ്. കുറച്ച് നേരം വൈകിട്ടുണ്ട്. ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോ ദേവനെയും കൂട്ടിയിട്ടാണ് വരിക. അതെ, 1:30 തുടങ്ങുന്ന, പിന്നെ ഒരു 4 മണി വരെയൊക്കെ കാണുമായിരിക്കും. എന്തായാലും നമുക്ക് നേരം വൈകിക്കൊണ്ട് വേഗം പോവാല്ലേ? ഓക്കെ, അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ദിയമോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ടീച്ചേഴ്സ് എന്ത് പറയും, ചീത്ത പറയുമോ, പഠിത്തത്തിനെ കുറിച്ച് പറയുമോ എന്നൊക്കെ ആലോചിച്ച് ദിയമോള് വൻ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ദിയമോൾ ടെൻഷൻ ഉണ്ടോ? ദിയമോക്ക് ഉണ്ടോ? ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം അല്ലേ? MS-ന് ഹിന്ദിക്ക് ഒക്കെ ഫുള്ളാണ്. അതെ, കുറെ മാർക്കത്തിൽ ഫുള്ളുണ്ട്. പിന്നെ ചിലതിന് 25 പിന്നെ ചില 1-2 മാർക്കുകളൊക്കെ കുറഞ്ഞതുണ്ട്. അതെ, അത് ഞങ്ങൾ കാര്യമായിട്ടെടുത്തില്ല. ആവറേജ് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. ഓക്കെ, ഒരെണ്ണത്തിനൊക്കെ 1-2 മാർക്ക് കുറയുമല്ലോ. പക്ഷെ ഉണ്ടല്ലോ, കുറഞ്ഞത് നമുക്ക് അറിയായിരുന്നു, ആൻസർ അറിയായിരുന്നു. പക്ഷെ മീനിങ് മനസ്സിലാവാത്തോണ്ടുള്ള ആ ഒരു ഇതായിരുന്നു. അതിന്റെ പരീക്ഷയ്ക്ക് അങ്ങനൊന്നും വായിച്ചു തരൂല. സ്കൂൾ ക്ലാസ് ടെസ്റ്റ് മാതിരിയല്ല. അങ്ങനെയൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് കഴിഞ്ഞ കൊല്ലത്തെ മാതിരി ഇനി അടുത്ത കൊല്ലം ഉണ്ടാവില്ല. അടുത്ത കൊല്ലത്തിനേക്കാളും ടഫ് ആയിരിക്കും. അങ്ങനെ LKG UKG എന്നൊക്കെ പറഞ്ഞു തരും. അതേമാതിരി 1, 2 പറഞ്ഞു തരില്ല. പിന്നെ അങ്ങനൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു രാവിലെ മുതൽ. പക്ഷെ മഴ ഇതുവരെ പെയ്തില്ലല്ലേ? ചെറിയൊരു മഴ പോയുള്ളൂ. അല്ലാതെ നല്ലൊരു മഴ പെയ്യാനുള്ളൊരു തന്നെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ കാലാവസ്ഥ ഭയങ്കര ഇരുണ്ട് കൂടി കിടക്കുന്നു. പെരുമഴ പെയ്യുന്ന വിചാരിച്ചോണ്ടിരുന്നു. രാവിലെ ഒറ്റ ഒരു നനയില് അന്നിട്ടങ്ങ് പോയി. ഞങ്ങള് ഇവിടെ പെട്രോൾ അടിക്കാൻ നിർത്തിയേക്കാണ്. കൊറേ ദൂരം. പിന്നെ പെട്രോൾ അടിക്കാനല്ല നിർത്തിയത്, ഡീസൽ. പെട്രോളും ഡീസലും അല്ല, രണ്ടാണ്. കുഞ്ഞ് ഇപ്പൊ വർത്താനം പറഞ്ഞോണ്ട് ഡ്രൈവ് ചെയ്യണം എന്താന്നല്ലേ ചോദിച്ച്. ഇപ്പൊ ടാബ് കണ്ടുകൊണ്ടൊക്കെ ചോറിനില്ല. എങ്ങനെ വാരാനെങ്ങനെ കിട്ടണത്? എങ്ങനെ വായിക്ക് പോണത്? അതെങ്ങനെ ടാബിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ കറി ഇങ്ങനെ എടുത്ത് കണ്ണൊന്നും നോക്കൂലല്ലോ. എങ്ങനെ അതേമാതിരി തന്നെ ഡ്രൈവിങ് നമ്മള് സ്ഥിരമായിട്ട് ചെയ്ത് കഴിയുമ്പോ പഠിക്കും. രാമകുത്ത് റെയിൽവേ അടിപ്പാലം. ഇവിടെ ബസ്സിന് പോയില്ലേ? ഇറക്കത്തുമ്പോ ബസ്സിൽ പോയില്ലേ? ഇപ്പൊ തൊട്ട് പാത്രം കഴുകണം. നമുക്ക് എളുപ്പം മറ്റേ റോഡ് വരുന്നവര്. ट्रेन नंबर 6504. എന്താ സന്തോഷം? ട്രെയിനില് പോവൂലേ? ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോഴാണ് അത് അനൗൺസ്മെന്റ് വരുന്നത്.
കോഴിക്കോട് നിന്നും അല്ലെങ്കിൽ കാശ്മീർ വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 5 ഉടൻ വരുന്നതാണ്. ഫ്രണ്ട്സ്, നമുക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സ്കൂളെത്തി എനിക്ക് പേടിയാവുന്നുണ്ട് പറയുന്നുണ്ട്. എന്ത് അല്ല, എനിക്കും പഠിച്ചോണ്ടിരുന്ന സമയത്ത് പാരന്റ്സ് വരണമെന്നൊരു പേടിയോ എന്താ സംഭവം അറിയില്ല. ചിലപ്പോ നമ്മള് മാർക്ക് അതൊന്നല്ല, ഇനി ഇവരിത് എന്ത് പറഞ്ഞു കൊടുക്കുന്നൊന്നും അറിയില്ലല്ലോ ടീച്ചേഴ്സ്. അപ്പൊ അന്ന് പക്ഷെ ഇങ്ങനൊന്നല്ല. അന്ന് പാരന്റ്സ് വന്നാ തിരിച്ചു പോകുമ്പോ നല്ല അടി കൊടുത്തോണ്ടിട്ടോന്ന് പറഞ്ഞിട്ട് അവര് പോവുള്ളൂ. അത് ഉറപ്പാണ്. പഠിച്ചില്ലെങ്കിൽ നല്ല അടിച്ച് പഠിപ്പിച്ചോണ്ടിട്ടാറ്. പിറ്റേ ദിവസം മുതൽ ടീച്ചർമാർക്ക് ഒരു പ്രത്യേക അടി കൂടുതലാണ്. അതുകൊണ്ട് പേടിയാണ് അവര് വരുമ്പോ. ഇവർക്ക് പിന്നെ അടിയൊന്നും ഇല്ലല്ലോ. മീറ്റിംഗ് കഴിഞ്ഞു ഇല്ലേ? തുടങ്ങിയതാ. ഗ്രൗണ്ടില് ഇല്ല, ഞാനൊന്നും പറയില്ല. നടന്നു ഇതിലല്ലേ. അവിടെ നല്ല വലിയൊരു സ്റ്റെപ്പ് നമ്മുടെ കാല് ഏറ്റവും ഇരുത്തും. എന്നിട്ടാണ് നിങ്ങളെ ഒന്നും പറയില്ല പ്രിൻസിപ്പളോട്. ഞാൻ പറയും, നല്ല അടിച്ചു പഠിപ്പിക്കാൻ പറയും. പറയല്ലേ, അമ്മ പറയില്ല. ഞാൻ പറയും. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അല്ല, വെയിലത്തണലത്ത് നിക്ക്. ഫ്രണ്ട്സ്, ഞാൻ ദിയമോള് കളിക്കുന്നതിൽ കണ്ട് ഇരിക്കുകയായിരുന്നു. ഉണ്ണിമോള് ഇതുവരെ ടീച്ചേഴ്സിൻ്റെ അടുത്തായിരുന്നു. ഞാനിവിടെ വന്ന് എൻ്റെ മൊബൈലിൽ അവർ കളിക്കണ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ദേവുവിനൊക്കെ ഒന്ന് കണ്ടതിൻ്റെ ഇടയിൽ ഞാനും കണ്ടു. ഒന്ന് വെറുതെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുകളിൽ ഇങ്ങനെ ചായ കുടിച്ചു. ഞാൻ അവിടെ മുകളിൽ ചായ കുടിച്ച് ഇങ്ങനെ നിന്നപ്പോൾ താഴത്ത് കൂടി ദേവും കെൻസും കൂടെ ഓടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ കയ്യില് വരുന്നത്. അപ്പോൾ ലിഫ്റ്റ് വഴി വന്നത്. ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അത് ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവരെ ഗ്യാപ്പില് നിങ്ങൾ ലിഫ്റ്റിലാണോ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, റേഷായിട്ട് വന്നോടെ എന്ന് ചോദിച്ചു. പാരന്റ്സിന് കയറാന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാ ടീച്ചേഴ്സിനെയും കണ്ടു. മാത്സിന്റെ ടീച്ചറെ കണ്ടില്ല, ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു. എല്ലാവർക്കും ദിയമോളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ആർക്കും മോശം പറയാനില്ല. പാരന്റ്സ് അതെ, നല്ലോണം പഠിക്കുന്നുണ്ട്. അതെ. പിന്നെ ഇപ്രാവശ്യം മുതൽ ക്വസ്റ്റ്യനിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അവര്. പക്ഷേ ഇതുവരെ ക്വസ്റ്റ്യൻ വായിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്രാവശ്യം മുതൽ ക്വസ്റ്റ്യൻ വായിച്ചു കൊടുക്കലും നിർത്തി. സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ വലുതാവുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്കും കുറച്ച് മാർക്ക് കുറഞ്ഞതെന്ന് പറഞ്ഞത്. ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതുകൊണ്ട്. അത് 2 എക്സാം വഴി പറയാനൊന്നുമില്ല. അല്ല, എന്നാലും ഫുൾ മാർക്ക് ഇല്ലല്ലോ ചിലതിന് ഫുൾ മാർക്കില്ല, ചിലതിന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും അഭിപ്രായം കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഭയങ്കര നല്ല അഭിപ്രായമാണ്. ക്ലാസ് കഴിഞ്ഞു. അപ്പം ഓള് ക്യാമ്പ് ഉണ്ടായിരുന്നു, ഫുട്ബോൾ ക്യാമ്പ്. അത് ക്യാൻസലാക്കി. അപ്പം അത് വിളിച്ച് പറയാണ്. ഗൈസ് നമ്മളപ്പാണ് ഗൈസ് വരുന്നത്. നമ്മളെ വീട്ടിലാണ്. അങ്ങനെ ദേവുവിന്റെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇനി ദേവുവിന്റെ പാരന്റ്സ് മീറ്റിംഗ് എന്നാണ് അറിയില്ല.
ഒന്നും ഡേറ്റ് അറിഞ്ഞില്ല. ഇല്ലല്ലോ ഒന്നും പറഞ്ഞില്ല. കെൻസും പിന്നെ ദേവും പിന്നെ മാർക്കിന്റെ കാര്യത്തിൽ കട്ടക്ക് കേട്ടോ. മത്സരാണോ? ആർക്കും പരാതില്ല. സബ്സ്ക്രൈബർ വന്ന് കണ്ട് ചിരിച്ചു. മെനു വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ സിംഗർ ബർഗർ ഹാംബർഗർ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എൻ്റെ കാലിന് വയ്യ ഗൈസ്. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. ഇന്നലെ രാത്രി ഞാൻ വിചാരിച്ചു ഇന്നലെ രാവിലെ മാറുണ്ടാവും വിചാരിച്ചു. പക്ഷേ രാവിലെ കാല് നിലത്ത് കൂട്ടാൻ പറ്റുന്നില്ല ഗൈസ്. അത്ര വേദനയായിരുന്നു. അവിടെ എന്തോ മോടിച്ച് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ അമ്പ് മാരി നിൽക്കുന്നുണ്ട് അവിടെ വേദനയിലോട്ട്. ഇപ്പം തീരെ ചവിട്ടാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ്. ഇനി കെൻസിനെ കൊണ്ടാക്കണം ഗൈസ് വീട്ടിലേക്ക്. ആ വഴിയാണ് ഞങ്ങൾ പോണത്. ഫ്രണ്ട്സ്, അപ്പോൾ കെൻസിന്റെ വീടെത്താനായി. അപ്പം നമ്മൾ കെൻസിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. കെൻസിന്റെ വീട്ടിലേക്ക് പോകാൻ സമയമില്ല കേട്ടോ. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ സ്റ്റുഡിയോ വീട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കാലിന് ഭയങ്കര വേദനയാണ് ഫ്രണ്ട്സ്. കാലിന് നീരുണ്ട്. എന്താ പറ്റിയെന്നറിയില്ല. ഡോക്ടറെ അടുത്ത് പോണോ ദേവോ? കുളിക്കട്ടെ ഫസ്റ്റ് ഒന്ന്. അമ്മ കരണ്ട ബേബി, കരണ്ട ബേബി, കരണ്ട. പോവാം. എനിക്ക് എന്തെങ്കിലും കയ്യിലെന്തെങ്കിൽ നീരുണ്ടാവും, കാലിലല്ലേ സ്ക്രാച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ കാലിൽ നീരുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. മാമയ്ക്ക് എന്താ ലാസ്റ്റ് ഇപ്പൊ ഉണ്ടായത് കയ്യിന് വീക്ക്. അത് ഷട്ടിലടിച്ചിട്ട് ഇപ്പൊ ഷട്ടിൽ കളിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പിന്നെ കാലിന് ഡാൻസ് കളിച്ചിട്ട് സ്ക്രാച്ച് ആയിരുന്നു. നടന്നു പോവാ. എത്ര ദൂരം? ഇതെന്റെ പൊന്നാണ് ചിറ്റടിക്ക്. ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോയി വന്നു. ദിയമ്മളുടെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പം കിട്ടും.
ദിയമോക്ക് നല്ല അഭിപ്രായങ്ങളാണ് ടീച്ചർമാരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്കൂളിൽ പോയപ്പോ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഉണ്ടല്ലോ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇന്റർവെല്ലായിരുന്നു ഞങ്ങക്ക്. അപ്പം ഞാനും കെൻസും കൂടെ നോക്കാണ്, വണ്ടി വന്നോ നോക്കാണ്. നോക്കുമ്പോ അവിടെ ബ്രൗൺ കളർ കാറ് കറക്റ്റ് നമ്പർ പ്ലേറ്റ്. ഞങ്ങൾ ഇന്ത്യക്ക് ആലോചിച്ച് ഇങ്ങനെ ഓടി ലാസ്റ്റ് ഞങ്ങൾ താഴത്തിറങ്ങി. അപ്പം കാറിൽ അവിടെ കാണാനല്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി മോള് 2ാം നിലയിലേക്ക് പോയി. 2ാം നിലയിൽ നിങ്ങള് 2ാം നിലയിലേക്ക് പോയി, അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പപ്പ നിൽക്കണ്ടായിരുന്നു. പപ്പ ഞങ്ങൾ ഓടി വരുന്നത് കണ്ടു, അവിടെ ഓടി വരുന്നത് കണ്ടു. പപ്പ എന്നിട്ട് വീഡിയോ എടുത്തു ഫോണില്. അത് കഴിഞ്ഞിട്ട് പപ്പ പറഞ്ഞു അമ്മ അവിടെ ഉണ്ട് പറഞ്ഞു. പിന്നെ അമ്മേനെ അടുത്ത് അമ്മ പുറേക്ക് ഇപ്പൊ തിരിഞ്ഞു നോക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ നിന്ന് 10 മിനിറ്റ് ഞങ്ങൾ അങ്ങനെ നോക്കി നിന്ന്. പിന്നെ തിരിഞ്ഞു നോക്കൂലെന്ന് മനസ്സിലായപ്പോ ഞങ്ങള് അമ്മേനെ പോയി വിളിച്ച്. മറ്റേ എന്താ നൗഷില്ലേ, നൗഷി ഞങ്ങളെ കണ്ടു. നമ്മളവിടെ വെച്ചപ്പോ പാർക്കിൽ കളിക്കുകയാണെന്ന് പറഞ്ഞു. മോളില് പോയപ്പോ മോളത്തെ കുട്ടികൾ പറഞ്ഞത് ഒരു താഴെയാണ് ദിയമോള് പാർക്കിൽ കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പാർക്കിൽ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് പപ്പേനെ കണ്ടത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.